ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മെ ശക്തിപ്പെടുത്തുന്ന, നമ്മെ വഴി നടത്തുന്ന സർവശക്തനായ ദൈവത്തെ നമുക്ക് ഒന്ന് സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി ഇന്നത്തെ ശുശ്രൂഷയിൽ നമുക്ക് പങ്കെടുക്കാം. എല്ലാവരും കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. പിതാവേ നന്ദി, പിതാവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. പിതാവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവേ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ അഭിഷേകത്താൽ, ശക്തിയാൽ, കൃപാവരങ്ങളാൽ ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ വഴി നടത്തണമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിളിൽ ഉടനീളം ദൈവം ചെയ്ത മഹത്വമേറിയ വലിയ പ്രവൃത്തികൾ, അസാധാരണമായ അത്ഭുതങ്ങൾ, സൂപ്പർ നാച്ചുറലായിട്ടുള്ള ദൈവപ്രവൃത്തികൾ നമ്മൾ ഒത്തിരി കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ യേശു തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് തിരഞ്ഞെടുത്തവരെല്ലാവരും സാധാരണക്കാരായ മനുഷ്യരായിരുന്നു. പത്രോസ്, പൗലോസ്, അല്ലെ അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, തോമസ്, അങ്ങനെ ഓരോരുത്തരും അപ്പസ്തോലന്മാരെല്ലാവരും തന്നെ സാധാരണക്കാരായ മനുഷ്യരായിരുന്നു. പ്രത്യേകിച്ച് അപ്പസ്തോലന്മാരുടെ നേതൃസ്ഥാനത്തേക്ക് ദൈവം ഉയർത്തിയ പത്രോസ് എന്ന വ്യക്തി ഒരു മീൻപിടുത്തക്കാരനായിരുന്നു, ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. ദൈവം തൻ്റെ പദ്ധതി പ്രകാരം സാധാരണക്കാരെ തിരഞ്ഞെടുക്കുകയും അവരുടെ മേൽ തൻ്റെ ആത്മാവിൻ്റെ ശക്തി, ആത്മാവിൻ്റെ ചൈതന്യം നിറച്ചുകൊണ്ട് അസാധാരണമായ ദൈവപ്രവൃത്തികൾ ചെയ്യുവാൻ ശക്തരാക്കി മാറ്റുകയും ചെയ്യാം. ജെറമ്യ 16:14 പറയുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അനേകം മീൻപിടുത്തക്കാരെ വരുത്തും, അവർ അവരെ പിടികൂടും. കർത്താവ് മീൻപിടുത്തക്കാരെ തൻ്റെ ശിഷ്യന്മാരാക്കി തീർത്തു. അവരെ ആത്മാക്കളെ പിടിക്കുന്നവരായിട്ട്, ആത്മാക്കളെ നേടുന്ന ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരായിട്ട് അവരെ അഭിഷേകം ചെയ്ത് അധികാരം കൊടുത്ത് അവരെ അപ്പോയിൻമെൻ്റ് ചെയ്തു. പത്രോസ് എന്ന സാധാരണ മനുഷ്യൻ്റെ കുറവുകൾ, ബലഹീനതകളൊക്കെ നമ്മൾ വിശുദ്ധ ബൈബിളിൽ വായിക്കുന്നുണ്ട്. യേശുവിനെ തള്ളിപ്പറഞ്ഞ ഒരു സാധാരണക്കാരനായ വ്യക്തി, ഒത്തിരിയേറെ ബലഹീനതകൾ ഒരുപക്ഷെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ഈ ബലഹീനതകളെയൊക്കെ അതിജീവിക്കുന്ന അസാധാരണമായ ആത്മാവിൻ്റെ ശക്തി പെന്തക്കുസ്തായിൽ പത്രോസിൻ്റെ മേൽ ഇറങ്ങി വന്നു. പത്രോസ് എന്ന ഒരു സാധാരണക്കാരനെ അസാധാരണമായ ദൈവശക്തിയുടെ ഉറവയാക്കി യേശു മാറ്റുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ദൈവം തനിക്കിഷ്ടമുള്ളവരെ ഇഷ്ടമുള്ള വിധത്തിൽ ഉപയോഗിക്കും. അത് ആർക്കും ചോദ്യം ചെയ്യാനോ ആർക്കും തടയാനോ പറ്റത്തില്ല. ദൈവത്തിൻ്റെ പദ്ധതികളെ തകർക്കാൻ ആർക്കും സാധ്യമല്ല. ദൈവം ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടന്നിരിക്കും. പത്രോസ് എന്ന വ്യക്തിയെ തെരഞ്ഞെടുത്തു, അഭിഷേകം ചെയ്തു, സഭയുടെ തലവനാക്കി മാറ്റി. അപ്പസ്തോല പ്രവർത്തനങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, യേശുനാമത്തിൻ്റെ ശക്തിയിൽ മുടന്തനെ സൗഖ്യമാക്കുന്ന പത്രോസ്, മരിച്ചവരെ ഉയർപ്പിക്കുന്ന പത്രോസ്. പത്രോസ് എന്ന വ്യക്തിയിലൂടെ അസാധാരണമായ ദൈവശക്തി ഒഴുകുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അവൾ സാധാരണ മനുഷ്യനെ അസാധാരണ മനുഷ്യനാക്കി മാറ്റുന്ന പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമായ ദൈവശക്തിയുടെ പ്രവൃത്തികൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ഉടനീളം നമ്മൾ കാണുകയാണ്. യേശു പറഞ്ഞു, ഞാൻ പോയിട്ട് സഹായകനെ അയക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ അവർ ചെയ്യും. ആ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട്
ദൈവം തൻ്റെ അപ്പസ്തോലന്മാർക്ക് തൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ നൽകുകയാണ്. അഗ്നിയിൽ സ്നാനമേറ്റവർ അസാധാരണമായ ദൈവശക്തിയുടെ ഉറവിടങ്ങളായിട്ട് മാറുകയാണ്. അപ്പസ്തോല പ്രവൃത്തിയിൽ പറയുന്നു, ജനങ്ങളെല്ലാവരും ഭയപ്പെട്ടു. അവരോട് കൂടെ ചേരുവാനായിട്ട് അവർക്ക് ഭയമായിരുന്നു. ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനം 5-ാം അധ്യായത്തിൽ 12 വചനങ്ങൾ വായിക്കുന്നു. അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വലിയ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. എന്തേ ജനമധ്യത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചത്? അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ജനമധ്യത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. ജനമധ്യത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുമ്പോൾ ജനം ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത സൃഷ്ടാവിലേക്ക് അവർ തിരിഞ്ഞു നോക്കും. സൃഷ്ടാവിൻ്റെ ശക്തിയെക്കുറിച്ച്, എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അവർ മനസ്സിലാക്കാൻ ഇടവരും. അവർ ആഴമായ വിശ്വാസത്തിലേക്ക് വരും. അവൾ അപ്പസ്തോലന്മാർ രഹസ്യത്തിലല്ല അത്ഭുതങ്ങൾ ചെയ്തത്. അവർ ജനമധ്യത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചുകൊണ്ട്, ക്രിസ്തുവിനെ പ്രഘോഷിച്ചുകൊണ്ട് അവർ ദൈവരാജ്യത്തിൻ്റെ സാക്ഷികളായിട്ട് അവർ മുന്നോട്ട് പോകുകയാണ്. അവർ ഏക മനസ്സോടെ സോളമൻ്റെ മണ്ഡപത്തിൽ ഒന്നിച്ചുകൂടുക പതിവായിരുന്നു. അവരൊന്നിച്ചുകൂടി സോളമൻ്റെ മണ്ഡപത്തിൽ ഒന്നിച്ചുകൂടി അവർ ദൈവത്തെ ആരാധിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. മറ്റുള്ളവരിൽ ആരും തന്നെ അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല. മറ്റുള്ളവർ ഇവരുടെ കരങ്ങളിലൂടെ നടക്കുന്ന ഈ അസാധാരണ പ്രവൃത്തികൾ, ജനമധ്യത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ കണ്ടിട്ട് ഇവരുടെ കൂടെ ചേരുവാനായിട്ട് അനേകർക്ക് ധൈര്യമില്ലായിരുന്നു. അത്രമാത്രം മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന, ബുദ്ധിമണ്ഡലത്തെ അതിജീവിക്കുന്ന സൂപ്പർ നാച്ചുറൽ ദൈവശക്തിയുടെ പ്രവൃത്തികൾ അപ്പസ്തോലന്മാരുടെ കരങ്ങളിലൂടെ ആ സമൂഹത്തിൽ വെളിപ്പെട്ടിരുന്നു. ഈ കാലഘട്ടത്തിലും ഇതേ ദൈവശക്തിയുടെ വെളിപ്പെടുത്തലാണ് ഉണ്ടാവേണ്ടത്. ഒത്തിരിയേറെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനം ദൈവത്തിൽ നിന്ന് അകന്ന് ലോകത്തിൻ്റെ സുഖങ്ങളിൽ മുഴുകി ജീവിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ദൈവശക്തിയുടെ അസാധാരണ പ്രവൃത്തികൾ നടക്കണം. അതിന് യോഗ്യരായ വിശുദ്ധിയുള്ളവരെ ദൈവം അഭിഷേകം ചെയ്ത് ഉയർത്തേണ്ടിയിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള പ്രവൃത്തികൾ, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പറയുന്ന അതേ പ്രവൃത്തികൾ വെളിപ്പെടേണ്ട സമയമായിരിക്കുന്നു. ദൈവം ഇന്നും ജീവിക്കുന്നു. യേശു ഉയർത്തെഴുന്നേറ്റ കർത്താവാണെന്ന് ലോകമറിയണമെങ്കിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ, വലിയ പ്രവൃത്തികൾ നടന്നേ മതിയാവുകയുള്ളൂ. ജനം അവരെ ബഹുമാനിച്ചു പോന്നു. അപ്പസ്തോല സമൂഹത്തെ ജനം ബഹുമാനിച്ചിരുന്നു. കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെ, സ്ത്രീകളുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ട് അവർ വിശ്വാസത്തിലേക്ക് വന്നു. ധാരാളം ആളുകൾ സഭയോട് ചേർന്നു. സഭ അങ്ങനെ വളരുവാനായിട്ട് തുടങ്ങി. അവർ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടു. ദൈവശക്തിയുടെ വെളിപ്പാടുകൾ അവർ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കണ്ടു. അത് നേരിട്ട് കണ്ട് അനുഭവിച്ച യേശുവിൽ വിശ്വസിച്ചാണ് സഭയോട് ചേർന്നുകൊണ്ടിരുന്നത്. സ്ത്രീകളുടെയും സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നു. അവർ രോഗികളെ തെരുവീതികളിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുമേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഹല്ലേലൂയ. തെരുവോരങ്ങളിൽ രോഗികൾ, കഷ്ടത അനുഭവിക്കുന്നവർ, പിശാചു ബാധിതര്, അശുദ്ധാത്മാക്കളാൽ ബന്ധിത എന്നവരൊക്കെ
തെരുവോരങ്ങളിൽ കൊണ്ടുവന്ന് കിടത്തി. ഈ കൊണ്ടുവന്നവരുടെ ഉള്ളിൽ വലിയ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം ഇതായിരുന്നു: പത്രോസിൻ്റെ നിഴൽ എങ്കിലും അടിച്ചാൽ മതി, സൗഖ്യം നടക്കും, പിശാച് വിട്ടുപോകും. അത്രമാത്രം വിശ്വാസത്തിലേക്ക് ആ ജനസമൂഹം ദൈവപ്രവൃത്തികൾ കണ്ട് വിശ്വസിച്ചു. തെരുവോരങ്ങളിൽ രോഗികളിങ്ങനെ കിടക്കുകയാ, പിശാചിനാൽ ബന്ധിക്കപ്പെട്ടവർ കിടക്കുകയാ. പത്രോസിൻ്റെ നിഴലെങ്കിലും അടിക്കുവാൻ അവർ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. അവർക്ക് വിശ്വാസമുണ്ട്, പത്രോസിൻ്റെ നിഴലടിച്ചാൽ മതി, അത്ഭുതം നടക്കും. നമ്മളവിടെ കാണുന്നു, പത്രോസ് കടന്നു പോകുമ്പോൾ പത്രോസിൻ്റെ നിഴലടിച്ച നിമിഷം ഇതാ അത്ഭുത രോഗശാന്തികൾ. തളർന്നു കിടന്നവരൊക്കെ എണീറ്റു നടക്കുന്നു. അശുദ്ധാത്മാവ് ബാധിച്ചിരുന്നവരിൽ നിന്ന് അശുദ്ധാത്മാക്കൾ അലറിക്കൊണ്ട് വിട്ടുപോവുകയാണ്. പൈശാചിക ശക്തികളുടെ ബഹിഷ്കരണം നടക്കുകയാണ്. പത്രോസിൻ്റെ നിഴലിലൂടെ ഒഴുകിയ ദൈവശക്തി, ദൈവകൃപ, അസാധാരണമായ ആത്മാവിൻ്റെ ആ ഒഴുക്കിൽ രോഗങ്ങൾ വിട്ടുമാറുന്നു, പിശാചുക്കൾ വിട്ടുപോവുകയാണ്. ഇവിടെ പത്രോസ് എന്ന വ്യക്തി അപ്പസ്തോല സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. ഒരു സാധാരണ മുഖവൻ അസാധാരണമായ ദൈവശക്തിയുടെ മനുഷ്യനായിക്കൊണ്ടിതാ മനുഷ്യൻ്റെ കണ്ണുകൾക്കോ മനസ്സിനോ വിശ്വസിക്കാനാവാത്ത അത്ഭുതങ്ങൾ പത്രോസിലൂടെ ദൈവം ചെയ്യുക. ഈ കാലഘട്ടത്തിലും ഇത് നടക്കും. ദൈവത്തിൻ്റെ ശക്തിക്ക്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി തുറന്നു കഴിഞ്ഞാൽ നിഴലിൽ അത്ഭുതങ്ങൾ നടക്കും. പത്രോസിൻ്റെ തൂവാലയിൽ, പൗലോസിൻ്റെ തൂവാലയിൽ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ട് നടക്കും. യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിച്ചു. അതിന്നും നടക്കും. വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അതേ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്നും സംഭവിക്കും. കാരണം ജീവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിക്ക്, കർത്താവായ യേശുവിൻ്റെ ശക്തിക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പിതാവിനെ പോലെ യേശുവിനെ പോലെ തുല്യനായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ പ്രവാഹത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. നിഴലിൽ പോലും അത്ഭുതം നടക്കും. സാന്നിധ്യം മതി, അത്ഭുതം നടക്കും. ഒന്ന് തൊട്ടാൽ മതി, അത്ഭുതം നടക്കും. അത്ഭുതകരമായ ദൈവശക്തിക്ക്, പരിശുദ്ധാത്മശക്തിക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. പത്രോസിൻ്റെ നിഴലിൽ അത്ഭുതം പരിശുദ്ധാത്മാവ് ചെയ്തുവെങ്കിൽ ഇന്നും നിഴലിൽ അത്ഭുതം നടക്കും. നമുക്ക് വളരെ മനോഹരമായ ഒരു സാക്ഷ്യം കാണാം. നിഴലിൽ കർത്താവ് വലിയൊരു അത്ഭുത രോഗശാന്തി കൊടുക്കുന്ന സാക്ഷ്യം. ഈ സാക്ഷ്യം കണ്ട് ഈ വിശുദ്ധ ബൈബിളിലെ ഓരോ കാര്യങ്ങളും 100% സത്യമാണെന്ന് നിങ്ങൾ ബോധ്യപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്താ സഹോദരിയുടെ പേര്? എൻ്റെ പേര് ജയ. ജയ എവിടുന്ന് വരുന്നു? വൈക്കം. ഈ ജയ വൈക്കത്ത് നിന്നാണ് വരുന്നത്. ഏത് കാലാണ് പ്രശ്നം? ഈ ഇടത് കാലിൻ്റെ കുഴക്കാണ് പ്രശ്നം. ഇടത് കാലിൻ്റെ കുഴക്കാണ് പ്രശ്നം. എത്ര കാലമായി കുഴ തെന്നി വീഴുന്നു? 2008 ഞാൻ കൊച്ചുമായിട്ട് വീണതാണ്. എന്നിട്ട് അപ്പം എൻ്റെ വീട്ടിൽ നിങ്ങൾ വരുമായിരുന്നു. അപ്പോൾ ഒരു കുഴിയായിരുന്നു അവിടെ. അപ്പം കൊച്ചിൻ്റെ കണ്ടുകൊണ്ട് പിള്ളേർ പുറകോട്ട് വിളിച്ചപ്പോൾ ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ഞാൻ ഹൈ ഹീൽഡായിരുന്നു ഇട്ടേച്ചത്. അപ്പോൾ അന്നേരം കൊച്ചുമായിട്ട് പിടച്ച് താഴോട്ട് പോയി. കൊച്ചിനും ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൈ കുത്തി. അപ്പോൾ കാല തെന്നിപ്പോയത്. ഈ മകള് അങ്ങനെ കുട്ടിയുമായിട്ട് വീണിട്ട് അങ്ങനെ അല്ലെ കാലിന് അല്ലേ കുട തെറ്റിപ്പോയി. 10 വർഷമായിട്ട് ഈ കുട തെറ്റിയിട്ട് ആള് വീഴും. വന്നായിരുന്നു ഇതുപോലെ സംഭവിച്ചു. അപ്പസ്തോല പ്രവർത്തനം 5:15 പറയുന്നുണ്ട്, പത്രോസിന്റെ നിഴലടിച്ച രോഗികളെ സൗഖ്യം പ്രാപിച്ചു. പത്രോസിന്റെ നിഴലടിച്ചപ്പോൾ രോഗികളെ സൗഖ്യം പ്രാപിച്ചു. അശുദ്ധാത്മാക്കൾ അലറിക്കൊണ്ട് വിട്ടുപോയി. ഹല്ലേലൂയ.
നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ നിഴലിൻ്റെ മറവിലാണ് ഈ സഹോദരൻ നിൽക്കുന്നത്. അതെ, ഈ മകളിപ്പോൾ നിൽക്കുന്നത് എൻ്റെ നിഴലിൻ്റെ മറവിലാണ്. ഇപ്പോൾ ഇവിടെ നിഴലില്ല, വെട്ടമുണ്ട്. നോക്കുക, എൻ്റെ നിഴലിൻ്റെ മറവിലാണ് നിൽക്കുന്നത് പൂർണ്ണമായിട്ടും. പത്രോസിന്റെ നിഴലടിച്ച രോഗികൾ സൗഖ്യം പ്രാപിച്ചു. അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നവരിൽ നിന്ന് അശുദ്ധാത്മാക്കൾ അലറിക്കൊണ്ട് വിട്ടുപോയി. ഈ കാലഘട്ടത്തിൽ ചിലരെങ്കിലും ബുദ്ധിയിൽ ചിന്തിക്കും, ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യം നിഴലടിച്ചാൽ സൗഖ്യം കിട്ടുമോ? പൗലൂസിന്റെ ദ്വാരം തൊട്ട് അപ്പോൾ സൗഖ്യം കിട്ടി, ഇതിനകത്ത് വല്ല സത്യമുണ്ടോ? അങ്ങനെ യുക്തിയിലും ബുദ്ധിയിലും ചിന്തിക്കുന്ന അനേകരുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ആരും നിഴലടിക്കുമ്പോൾ സൗഖ്യം പ്രാപിക്കുന്ന കണ്ടിട്ടില്ല, അതുകൊണ്ട് അതേക്കുറിച്ച് ബോധ്യമില്ല. തൂവാല സ്പർശിച്ച് സൗഖ്യം കിട്ടുന്നത് കണ്ടിട്ടില്ല, അതുകൊണ്ട് അതേക്കുറിച്ച് ബോധ്യമില്ല. കാരണം നമ്മൾ കണ്ടെങ്കിലേ നമുക്ക് ബോധ്യത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് വരാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ കാണണമെങ്കിലോ ദൈവം ആ ഒരു പ്രവൃത്തി ചെയ്യണം. റോമ 10:17 വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ഹല്ലേലൂയ. നമ്മള് ബുദ്ധിയുണ്ട്, മനസ്സുണ്ട്, അതുകൊണ്ട് നമ്മൾ കണ്ടു വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. കണ്ടു വിശ്വസിച്ചാൽ മതി നിങ്ങൾ. പക്ഷെ വിശുദ്ധ ബൈബിളിലെ കാര്യങ്ങള് നമ്മൾ കാണാതെ വിശ്വസിക്കണം. യേശു സെന്റ് തോമസ് അപ്പസ്തലൻ പറഞ്ഞില്ലേ, കാണാതെ വിശ്വസിക്കുന്നവർ. അതെ, ആ ദൈവത്തിന്റെ വചനം, ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികൾ, അത് നമ്മൾ കാണുന്നില്ല, പക്ഷെ കാണാൻ വിശ്വസിക്കണം. അത് ഇന്നും സംഭവിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം. അതാണ് നമ്മുടെ വിശ്വാസം. പത്രോസിന്റെ നിഴലടിച്ചപ്പോൾ രോഗികളെ സൗഖ്യം പ്രാപിച്ചുവെന്ന് വിശ്വസിക്കുന്നവരെ അത് കൈവീശി കാണിച്ചേ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ നിഴലടിച്ച് സൗഖ്യം പ്രാപിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? എന്നാ ഇതേ കണ്ടു. കാല് വലിച്ചു കൊടുഞ്ഞു. ആ കുഴയൊക്കെ തിരിച്ച് എന്നെ വേണം ചെയ്തു. കുഴയൊക്കെ തിരിച്ച്, മടക്കി തിരിച്ച്, കാല് പൊക്കിക്കാൻ മോളെ. കുഴയൊക്കെ തിരിച്ച് നന്നായിട്ട് കൈകൊണ്ട് തന്നെയൊക്കെ തിരിച്ചു. ഇനി അത് ദൂരത്തില്ല, തിരിച്ചു, കൈകൊണ്ടൊക്കെ പിടിച്ച് തിരിച്ചു. താങ്ക് യു ജീസസ്. ഒത്തിരി സന്തോഷമായി. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ബ്രദർ. കാരണം എനിക്ക് കുറച്ച് നാളായിട്ട് എനിക്ക് ഞാൻ ഹല്ലേലൂയയൊക്കെ പറയുമ്പോൾ എനിക്ക് കൈ പൊക്കുമ്പോൾ 2 സൈഡിലായിട്ട് എനിക്ക് വേദനയുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഈ ധ്യാനിച്ച് സ്തുതിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പുകയുന്ന ഒരു അനുഭവം വന്നു. അഭിഷേകമാണ്, കർത്താവിൻ്റെ സ്പർശനമാണ്. ഇപ്പോൾ ആ വേദനയില്ല. കൈ പൊക്കി കാണിച്ച് ഉണ്ടോ? ഹല്ലേലൂയ. ആ കാലിൻ്റെ കുഴ ഇപ്പോൾ തെന്നുന്നില്ല. ഒന്നുകൂടെ പിടിച്ചൊക്കെ തിരിച്ച് നന്നായിട്ട്. എത്ര വർഷം? 10 വർഷം അല്ലേ? 10 വർഷമായിട്ട് തെന്നിപ്പോകുന്ന കാലക്കുഴയാണ്. അത് സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞു. കൈയടിച്ചു നിന്നില്ല. സന്തോഷമായി. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.